So next and important one is membrane proteins. Membrane structure നമുക്കറിയാം. ഇതാണ് ലിപ്പിഡ് ബൈലെയർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇപ്പോൾ ലിപ്പിഡ്സിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഗ്ലൈക്കോപ്രോട്ടീൻസും ഗ്ലൈക്കോലിപ്പിഡ്സും ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് മെംബ്രെയിൻ പ്രോട്ടീൻസ്. മെംബ്രെയിൻ പ്രോട്ടീൻസിന് നമുക്ക് 3 ക്ലാസ്സസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെംബ്രെയിൻ പ്രോട്ടീൻസിന് അതിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ പൊസിഷൻ ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ മെംബ്രെയിനുമായിട്ടുള്ള ആ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആയിട്ടുള്ള ഇൻറ്റിമസി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ 3 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദേ ആർ integral proteins. First one is the integral protein, and second one is the peripheral protein, and the third one is the lipid anchored protein. ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. First, integral membrane protein. This is the integral membrane protein, and this is the peripheral membrane protein, and this is the lipid anchored protein. Lipid anchored protein. So നമുക്കത് ഓരോന്ന് എന്താന്ന് നോക്കാം. പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ മെംബ്രെയിൻ പ്രോട്ടീൻസ്. മെംബ്രെയിൻ പ്രോട്ടീൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ലിപ്പിഡ് മെംബ്രെയിനിൽ എംബഡ് ചെയ്ത് കാണും. അത് 3 ടൈപ്പ് ഉണ്ട്. ദേ ആർ ഇന്റഗ്രൽ, പെരിഫറൽ ആൻഡ് ലിപ്പിഡ് ആങ്കേർഡ്. സോ അതിൻ്റെയൊക്കെ ഫംഗ്ഷൻ എന്താണ്? ഫസ്റ്റ് വൺ പറയുന്നത് ഇന്റർസെല്ലുലാർ ജോയിനിങ്സ്. 2 സെല്ല് തമ്മിലുള്ള ജോയിനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ പ്രോട്ടീൻസ്. അതുപോലെ തന്നെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി അല്ലേ, പ്രോട്ടീൻ എൻസൈംസ് ആർ പ്രോട്ടീൻസ് ആണ് അല്ലേ. സോ ഇവിടെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. അതുപോലെ സബ്സ്റ്റൻസസ്, സൊല്യൂട്ട്സ്, മോളിക്യൂൾസ് ഇതിൻ്റെയൊക്കെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അനദർ വൺ ഈസ് സെൽ റെക്കഗ്നിഷൻ. ഒരു സെല്ല് അഡ്ഹഷൻ വരുമ്പോൾ മറ്റൊരു സെല്ലിനെ റെക്കഗ്നൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഈ പ്രോട്ടീൻസ് വെച്ച് പറ്റും. ദെൻ ആങ്കറേജ് ഓർ അറ്റാച്ച്മെൻറ്റ് മെട്രിക്സിലോട്ട്, സൈറ്റോപ്ലാസ്മിക് മെട്രിക്സിലോട്ട് അതിനെ പിടിച്ചു നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ദ മെംബ്രെയിൻ പ്രോട്ടീൻസ്. എന്തൊക്കെയാണ്? ഇൻട്രസെല്ലുലാർ ജോയിനിങ്സിൽ, അതുപോലെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി, ട്രാൻസ്പോർട്ട്, സെൽ റെക്കഗ്നിഷൻ, ആങ്കറേജ്, സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ. സോ ഫസ്റ്റ് വൺ വിച്ച് ഈസ് ദ ഇന്റഗ്രൽ പ്രോട്ടീൻസ്. എന്താണ്? ഇന്റഗ്രൽ പ്രോട്ടീൻസ് ഓർ ദ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ്. ഈ പിക്ചർ നോക്കാം. ട്രാൻസ് മെംബ്രെയിൻ അല്ലേ, ആ മെംബ്രെയിൻ ഫുൾ സ്പാൻ ചെയ്തിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് അതിനെ ട്രാൻസ് മെംബ്രെയിൻ ഓർ ദ ഇൻട്രിൻസിക് പ്രോട്ടീൻസ് എന്നൊക്കെ വിളിക്കുക. എന്തൊക്കെയാണ്? ഇന്റഗ്രൽ പ്രോട്ടീൻസ് ഓർ ദ ഇൻട്രിൻസിക് proteins. Integral or the intrinsic protein, they penetrate the lipid bilayer. ഇതാണ് ഒരു ലിപ്പിഡ് ബൈലെയർ അല്ലേ. ഈ ലിപ്പിഡ് ബൈലെയറിൽ പെനിട്രേറ്റ് ചെയ്തിട്ട് കാണാനായിട്ട് പറ്റും, ആ എൻറ്റയർ ലെങ്ത്തിൽ കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് അതിനെ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ. ട്രാൻസ് മെംബ്രെയിൻ ചില പ്രോട്ടീൻസ് ഉണ്ട് ഇൻ്റഗ്രൽ തന്നെ ഒരൊറ്റ ബൈലെയറിൽ, 2 ബൈലെയറിൽ കാണില്ല, ഏതെങ്കിലും ഒരു ബൈലെയറിലായിരിക്കും കാണാനായിട്ട് പറ്റുക. അങ്ങനെയുള്ള പ്രോട്ടീൻസിനെ ഇൻ്റഗ്രൽ പെരിഫറൽ പ്രോട്ടീൻസ് എന്നൊക്കെ വിളിക്കും. സോ നമ്മളിപ്പോൾ നോക്കുക, ഇതിനെന്താണ്? ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് ട്രാൻസ് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ? ദേ ആർ പെനിട്രേറ്റ് ഡീപ്പ് ഇൻ ടു ദ ലിപ്പിഡ് ബൈലെയർ. ആ ലിപ്പിഡ് ബൈലെയറിനെ കംപ്ലീറ്റ് പെനിട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ എൻറ്റയർ ലെങ്ത്തിൽ കാണാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് വിളിക്കുന്നത്. ദെൻ ഇവിടെ തന്നെ നോക്കുക, ഇവിടെ എങ്ങനെയാണ്? ഒരൊറ്റ സെഗ്മെൻ്റ് ആയിരിക്കും കാണാനായിട്ട് പറ്റുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്താണ് വിളിക്കുക? മെംബ്രെയിൻ, 1 മെംബ്രെയിൻ സ്പാനിങ് സെഗ്മെൻറ്റ്, മോണോ എന്ന് വിളിക്കും. അതല്ല, ഒന്നിൽ കൂടുതൽ ഇങ്ങനെ മെംബ്രെയിനെ സ്പാൻ ചെയ്യുന്ന സെഗ്മെൻറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടി സ്പാനിങ് എന്ന് വിളിക്കും. സോ ഇതാണ് ഒരു ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ. ഇതിനെ പെനിട്രേറ്റ് ചെയ്ത് ആ ലിപ്പിഡ് ബൈലെയറിനെ പെനിട്രേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇൻ്റഗ്രൽ ഓർ ദ ഇൻട്രിൻസിക് പ്രോട്ടീൻസ് വിളിക്കും. അതുകൂടാതെ ട്രാൻസ് മെംബ്രെയിൻ, ആ മെംബ്രെയിന് കംപ്ലീറ്റ് ആയിട്ട് പെനിട്രേറ്റ് ചെയ്ത് കാണുന്നുണ്ട്, ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ് വിളിക്കും. ദെൻ ഇവിടെ സെഗ്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരൊറ്റ സെഗ്മെൻ്റ് ആയിരിക്കും കാണാനായിട്ട് പറ്റുക ആ എൻറ്റയർ ലെങ്ത്തിൽ. സോ അതിന് മോണോ അല്ലെന്നുണ്ടെങ്കിൽ 1 മെംബ്രെയിൻ സ്പാനിങ് സെഗ്മെൻറ്റ് ആയിരിക്കും. ദെൻ ചില ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസിനാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്പാനിങ് സെഗ്മെൻറ്റ്സ് കാണാം, അതിനെ മൾട്ടി സ്പാനിങ് എന്നായിരിക്കും നമ്മൾ വിളിക്കുക. സോ ഇത് അതിൻ്റെ വേറൊരു കാറ്റഗറിയാണ്. ഇവിടെ നോക്കുക, ഇവിടെ ഏതാണ്? ഒരൊറ്റ ലെയറിലാണ്, എൻറ്റയർ ബൈലെയറിൽ എന്ത് കാണാനായിട്ട് പറ്റുന്നില്ല, നമുക്ക് ആ പ്രോട്ടീനെ കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ അതൊരു ട്രാൻസ് മെംബ്രെയിൻ ഓർ ദ ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആണ്, ഒറ്റ ബൈലെയറിലുള്ളൂ. ആൻഡ് അതിൻ്റെ ആൽഫ ഹെലിക്സ് എന്ന് പറഞ്ഞത് രണ്ടും സെയിം സൈഡിലോട്ടായിരിക്കും. ആൽഫ ഹെലിക്സ് ബൗണ്ട് ടു 1 സൈഡ് ഓഫ് ദ മെംബ്രെയിൻ. ഇവിടെ കാണുന്ന 2 ആൽഫ ഹെലിക്സ് എങ്ങോട്ട് ആയിരിക്കും?
സെയിം സൈഡ് അല്ലെങ്കിൽ വൺ സൈഡിലോട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മോണോടോപ്പിക് എന്താണ് വിളിക്കുന്നത്? മോണോടോപ്പിക് ഇന്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് വിളിക്കും. അതല്ല ആൽഫ ഹെലിക്സിന്റെ ഒരെണ്ണം ഒരു എക്സ്ട്രാ സെല്ലുലാർ സൈഡിലും ഒരെണ്ണം ഇന്റർസെല്ലുലാർ റീജിയനിലും ആണെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ഇതിന് പറയാ? ബയോടോപ്പിക്. എ സിംഗിൾ പാസ് ട്രാൻസ്മെംബ്രെയിൻ ആൽഫ ഹെലിക്സ്. എ സിംഗിൾ പാസ് ആയിരിക്കും, ഒരൊറ്റ സെഗ്മെന്റ് ഉണ്ടാവുള്ളൂ. അതിന്റെ ആൽഫ ഹെലിക്സിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് എക്സ്ട്രാ സെല്ലുലാർ സൈഡിലായിരിക്കും, ഒരെണ്ണം ഇൻട്രാ സെല്ലുലാർ സൈഡിലായിരിക്കും. നെക്സ്റ്റ് കാറ്റഗറി ഈസ് ദ പോളിടോപ്പിക്. പോളിടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ മൾട്ടി പാസിംഗ് സെഗ്മെന്റ്സ് കാണാനായിട്ട് പറ്റും. ദെൻ ചിലതിൽ ബീറ്റ ബാരൽസ്, ഇവിടെയൊക്കെ ആൽഫ ഹെലിക്സ് ആണ്, ചില കണ്ടീഷനിൽ ബീറ്റ ബാരൽസ് ആയിട്ട് കാണാനായിട്ട് പറ്റും. ദെൻ ഇന്റഗ്രൽ പ്രോട്ടീൻസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ചിലത് GPCR സിഗ്നൽ കാസ്കേഡിൽ ഉണ്ടാകും, ചിലത് ചാനൽ പ്രോട്ടീൻസ് ആയിട്ട് ആക്ട് ചെയ്യും. എന്തിനാ ചാനൽ പ്രോട്ടീൻസ് ആവുന്നത്? ആ പർട്ടിക്കുലർ ചാനൽസിൽ കൂടെ സബ്സ്റ്റൻസസിന്റെ അല്ലെങ്കിൽ സൊല്യൂട്ട്സിന്റെ മൂവ്മെന്റ്. ചിലത് ട്രാൻസ്പോർട്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും, ചിലത് റിസപ്റ്റേഴ്സ്, ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ കാണിച്ചിരിക്കുന്നത് ലിപ്പിഡ് ബൈലെയറിൽ കാണുന്ന ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ, ട്രാൻസ്മെംബ്രെയിൻ ഓർ ദ ഇന്റഗ്രൽ പ്രോട്ടീൻ, ആൻഡ് ദിസ് ഈസ് ഓൾസോ ദ ഇന്റഗ്രൽ പ്രോട്ടീൻ. പക്ഷെ എങ്ങനെയാ? ഒരൊറ്റ ലീഫ്ലെറ്റിലെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ദെൻ ഔട്ടർ റീജിയനിലാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് വിളിക്കും. So the second category is the peripheral membrane proteins or the extrinsic proteins. Integralനെ നമ്മൾ intrinsic എന്ന് വിളിച്ചു. അതുപോലെ തന്നെ പെരിഫറി അല്ലേ, പെരിഫറൽ റീജിയനിൽ കാണുന്നുണ്ട്. They are called extrinsic, external side. So they are called extrinsic protein. അത് either cytoplasmic side or the systolic side ആവാം, cytosolic side ആകാം. അതല്ല എന്നുണ്ടെങ്കിൽ നോൺ സൈറ്റോസോളിക് സൈഡിലായിരിക്കും നമുക്ക് പെരിഫറൽ പ്രോട്ടീൻസിനെ കാണാനായിട്ട് പറ്റും. ഒന്നുകിൽ സൈറ്റോസോളിക് സൈഡ് ആകാം, അതല്ല എന്നുണ്ടെങ്കിൽ നോൺ സൈറ്റോസോളിക് സൈഡിലായിരിക്കും കാണാനായിട്ട് പറ്റാം. സോ they are located entirely outside of the lipid bilayer, and these proteins provide mechanical support. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? They provide mechanical support for the membrane and function as an anchor for integral membrane proteins. ഇതെന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? അതൊരു ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീനുള്ള ഒരു ആങ്കറിങ് കൊടുക്കുക, അല്ലെങ്കിൽ അതിന് അറ്റാച്ച്മെന്റ്, അതിനൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ പെരിഫറൽ പ്രോട്ടീൻസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദേ ഓൾസോ ഫംഗ്ഷൻ ആസ് എൻസൈംസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഫാക്ടേഴ്സ് ദാറ്റ് ട്രാൻസ്മിറ്റ് ട്രാൻസ്മെംബ്രെയിൻ സിഗ്നൽസ്. ട്രാൻസ്മെംബ്രെയിൻ ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? GPCR ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു, അത് സിഗ്നൽ കാസ്കേഡിൽ നമ്മൾ പറയുന്നുണ്ട്, സെൽ സിഗ്നലിൽ. സോ ഇവിടെ നിന്ന് ട്രാൻസ്മെംബ്രെയിൻ പാസ് ചെയ്തിരുന്ന ആ മെസ്സേജ് നെക്സ്റ്റ് സെല്ലിലോട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് സബ്സ്റ്റൻസിലോട്ട് പാസ് ചെയ്യാനുള്ളതൊക്കെ ഈ പെരിഫറൽ പ്രോട്ടീൻസിന് റോൾ ഉണ്ട്. നെക്സ്റ്റ് കാറ്റഗറി ഈസ് ദ ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ്. ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ് നമ്മൾ പറഞ്ഞു, ഗ്ലൈക്കോലിപ്പിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലിപ്പിഡിലോട്ട് കാർബോഹൈഡ്രേറ്റ് അറ്റാച്ച് ചെയ്യുന്നു. അതുപോലെ ലിപ്പിഡിലോട്ട് പ്രോട്ടീൻ അറ്റാച്ച്മെന്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, ഇത് നമ്മുടെ ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിലുള്ള ഒരു ലിപ്പിഡാണ്. ആ ലിപ്പിഡിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു പ്രോട്ടീൻ കാണുന്നു എന്നുണ്ടെങ്കിൽ അതിനെയാണ് ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻ. എന്താണ് വിളിക്കുന്നത്? ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻ. സോ ദ പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് കണ്ടെയ്നിങ് this type of glycosyl phosphatidyl inositol linkage are called GPI anchored protein. Lipid anchored protein വേറൊരു കാറ്റഗറിയാണ് GPI anchored protein. GPI anchored protein എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നത് ഒരു പെരിഫറൽ പ്രോട്ടീൻ ആണ്, ഈ കാണുന്നത് എന്താണ്? ഒരു ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻ ആണ്, ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻ. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ഒരു ഗ്ലൈക്കോസിൽ ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ, ഗ്ലൈക്കോസിൽ ഫോസ്ഫാറ്റിഡൈൽ ഈനോസിറ്റോൾ എന്ന് പറഞ്ഞൊരു ലിങ്കേജ് വരികയാണ്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പും കൂടി ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതിനെ GPI ആങ്കേർഡ് പ്രോട്ടീൻസ് എന്ന് വിളിക്കും. GPI ആങ്കേർഡ് പ്രോട്ടീൻസ്. സോ ഇത്രയൊക്കെയാണ് മെംബ്രെയിനിലുള്ള ഡിഫറെൻറ്റ് കമ്പോണൻസ്. ഏതൊക്കെയായിരുന്നു? ലിപ്പിഡ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ലിപ്പിഡ്സും പ്രോട്ടീൻസും, ഏറ്റവും കൂടുതൽ ലിപ്പിഡ്, ദെൻ വരുന്ന കാറ്റഗറി പ്രോട്ടീൻസ്, ദെൻ അതിൻ്റെ ഓരോന്നിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു, ദെൻ കാർബോഹൈഡ്രേറ്റ് ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോലിപ്പിഡ്സ് ആൻഡ് ഗ്ലൈക്കോ പ്രോട്ടീൻസ്.
നെക്സ്റ്റ് ഒരു ഫീച്ചറാണ് ലിപ്പിഡ് റാഫ്റ്റ്. സെൽ മെംബ്രെയിൻ ആക്ട് ആസ് എ ലിപ്പിഡ് റാഫ്റ്റ് എന്നാണ് പറഞ്ഞത്. ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊങ്ങുതടി പോലെ കിടക്കും അല്ലേ, മൂവ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കാം, നമ്മളൊരു ബീക്കറിൽ കുറച്ച് വെണ്ണ എടുത്തിട്ടേക്കാന്ന് വിചാരിക്കാം. ഒരു ബീക്കർ, അതിൽ കുറച്ച് വെണ്ണ എടുത്തിട്ടേക്കാം. സോ ആ മീഡിയമായിട്ട്, ആ ഒരു മീഡിയം, ഒരു ബീക്കർ, ഇതാണ് ഒരു ബീക്കർ എന്ന് വിചാരിക്കുക. ആ ബീക്കറിൽ വെണ്ണയിട്ട് എന്ത് സംഭവിക്കും, അത് പൊങ്ങിക്കെടുക്കും, റാഫ്റ്റായിട്ട് ആക്ട് ചെയ്യും അല്ലേ. സോ ഇത് ഈ സൊല്യൂഷനായിട്ട് അല്ലെങ്കിൽ ആ ബീക്കറിലുള്ള കണ്ടൻസുമായിട്ട് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. ഫോർ എക്സാമ്പിൾ ഒരു ഇൻസെക്റ്റ് വരാണെങ്കിൽ അത് ഏതിലോട്ടാണ് ബൈൻഡ് ചെയ്യുക, ആദ്യം ആ കാണുന്ന വെണ്ണ ആ ബട്ടറിലോട്ടായിരിക്കും അറ്റാച്ച് ചെയ്യാം. ദെൻ അതിൽ കൂടെ മൂവ് ചെയ്ത് ആ സൊല്യൂഷൻ്റെ എങ്ങോട്ട് വേണേൽ മൂവ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പെനിട്രേറ്റ് ചെയ്ത് പോകാനോ പറ്റും. അതുപോലെ തന്നെയാണ് ഇവിടെ ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറയുന്നത്. എൻറ്റയർ ലെങ്ത്തിൽ ഒരു സെല്ലിനെ സറൗണ്ട് ചെയ്ത് അതിൻ്റെ എൻറ്റയർ ലെങ്ത്തിൽ എന്ത് കാണാനായിട്ട് പറ്റും, ഈ ലിപ്പിഡ് ബൈലെയർ കാണാനായിട്ട് പറ്റും. ഈ ലിപ്പിഡ് ബൈലെയറിൻ്റെ എല്ലാ റീജിയനിൽ കൂടെയും മൂവ്മെൻറ്റ് പറ്റുമോ, സബ്സ്റ്റൻസസിന് മൂവ് ചെയ്യാനായിട്ട് പറ്റുമോ, ഇല്ല. അങ്ങനെ ഒരു റീജിയൻ ഹൈഡ്രോഫിലിക് ആണ്, ദെൻ ഒരു ഹൈഡ്രോഫോബിക് കോർ റീജിയൻ, ദെൻ അഗെയിൻ ഹൈഡ്രോഫിലിക് റീജിയൻ. ഇത് പെനിട്രേറ്റ് ചെയ്ത് പോകണം. സോ അതിന് ചാനൽസ് ഒക്കെ കാണും അല്ലേ, ചാനൽസ് ഒക്കെ കാണും. അതല്ലാന്നുണ്ടെങ്കിൽ മെംബ്രെയിന് ചില റീജിയനിൽ കൂടുതൽ സ്പേസ് ഉണ്ടാവും. സോ അതിലൂടെ സൊല്യൂട്ട്സിനൊക്കെ എളുപ്പത്തിൽ മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. അങ്ങനെയുള്ള ഒരു റീജിയനാണ് ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് ആക്റ്റീവ് റീജിയൻ ഓഫ് എ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ്റെ ആക്റ്റീവ് റീജിയൻ സെൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സെല്ലിലേക്കുള്ള സബ്സ്റ്റൻസസിൻ്റെ മൂവ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആ ആക്റ്റീവ് റീജിയനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ലിപ്പിഡ് റാഫ്റ്റ്. സോ ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ദേ ആർ മൈക്രോ ഡൊമൈൻസ്. എന്താണ്, ചെറിയ ചെറിയ റീജിയൻസ്. ഒരു മെംബ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ചില റീജിയനിൽ ഇതുപോലെ റിസപ്റ്റേഴ്സ് കൂടുതൽ കാണും, അതുപോലെ ട്രാൻസ്പോർട്ട് ചാനൽസ് കൂടുതലൊക്കെ കാണുന്ന ഒരു റീജിയൻ കാണും. അതിനെയാണ് നമ്മൾ ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറയുന്നത്. സോ ദേ ആർ ദ മൈക്രോ ഡൊമൈൻസ് or localized region. എന്താണ് പറയുന്നത്, they are microdomains or the localized region of the plasma membrane, and it is about 10 to 300 nanometers in reach length, and they are rich in, അത് important ആണ്, they are rich in sphingolipids and cholesterol. അവിടെ കൂടുതലായിട്ട് എന്താ കാണാം, ലിപ്പിഡ് റാഫ്റ്റിൽ കൂടുതലായിട്ട് കാണുന്ന മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, they are sphingolipids and കൊളസ്ട്രോൾ. സോ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു പ്ലാസ്മ മെംബ്രെയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ചില റീജിയനിൽ ലോക്കലൈസ്ഡ് റീജിയൻ ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ ആ മൈക്രോ ഡൊമൈൻ അവിടെ എന്തായിരിക്കും റിച്ച് ആയിട്ട് കാണുക, സ്ഫിംഗോലിപ്പിഡ് ആൻഡ് കൊളസ്ട്രോൾ റിച്ച് റീജിയൻ ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ. എന്താണ്, സ്ഫിംഗോലിപ്പിഡ് ആൻഡ് കൊളസ്ട്രോൾ റിച്ച് റീജിയൻ ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, അതെന്തിനു ഹെൽപ്പ് ചെയ്യും, these clusters of sphingolipids and cholesterol move laterally within the plasma membrane. Plasma membrane laterally move ചെയ്യും, and they are associated with specific membrane proteins, and this lipid raft play important role in എന്തിനൊക്കെയാ, cell movement, അതുപോലെ uptake of extracellular molecules by endocytosis, അതുപോലെ സെൽ സിഗ്നലിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ലിപ്പിഡ് റാഫ്റ്റ് ആയിരിക്കും. സോ ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ദേ ആർ മൈക്രോ ഡൊമൈൻസ് റിച്ച് ഇൻ സ്ഫിംഗോലിപ്പിഡ്സ് ആൻഡ് കൊളസ്ട്രോൾ വെർ സെൽ കമ്മ്യൂണിക്കേഷൻസ് ആർ പോസിബിൾ. സോ ലിപ്പിഡ് റാഫ്റ്റ് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ലിപ്പിഡ് റാഫ്റ്റ് എന്തായിട്ട്, ദേ സെർവ്സ് ആസ് ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോംസ്. എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ദേ ആക്ട് ആസ് ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോംസ് ദാറ്റ് കോൺസെൻട്രേറ്റ് പർട്ടിക്കുലർ പ്രോട്ടീൻസ്. എന്താണ്, അവിടെ ചില പർട്ടിക്കുലർ പ്രോട്ടീൻ, ചിലപ്പോൾ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചാനൽസ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ റിസപ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കാം, അതൊക്കെ കൂടുതലായിട്ട് കാണാം. ആൻഡ് ദെർബൈ ഓർഗനൈസിങ് ദ മെംബ്രെയിൻ ഇൻ ടു ഫങ്ഷണൽ കമ്പാർട്ട്മെന്റ്സ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താണ്, ഈ ലിപ്പിഡ് റാഫ്റ്റ് ആണ് ഫങ്ഷണൽ റീജിയൻ ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ലിപ്പിഡ് റാഫ്റ്റ്സ് ആർ തോട്ട് ടു പ്രൊവൈഡ് എ ഫേവറബിൾ ലോക്കൽ എൻവയോൺമെന്റ് ഫോർ സെൽ സർഫസ് receptors to interact with the other membrane proteins that transmit signal from the extracellular space to the cell interior. അതായത് സെൽ സിഗ്നലിങ്ങിനൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ലിപ്പിഡ് റാഫ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ലിപ്പിഡ് റാഫ്റ്റ്, ഈ പർട്ടിക്കുലർ റീജിയൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ ഡൈനാമിക് നേച്ചർ ഓഫ് ദ മെംബ്രെയിൻ ആൻഡ് membrane functions. Dynamic nature of the membrane and membrane
ഫങ്ഷൻസ്. എന്താണ് ഡൈനാമിക് നേച്ചർ ഓഫ് ദ, ഇപ്പോൾ നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചറൽ കമ്പോണൻസിനെ കുറിച്ച് പറഞ്ഞു. ദെൻ ഇവിടെ ഡൈനാമിക് നേച്ചർ ഓഫ് ദ മെംബ്രെയിൻ, മെംബ്രെയിന് തന്നെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അതിൻ്റെ സെമി പെർമിയബിലിറ്റി, അതുപോലെ ഫ്ലൂയിഡിറ്റി, ഇതൊക്കെയാണ് ഡൈനാമിക് നേച്ചർ ഓഫ് ദ മെംബ്രെയിൻ എന്ന്. അതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഈച്ച് ടൈപ്പ് ഓഫ് സെല്ലുലാർ മെംബ്രെയിൻ ഹാസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക് ലിപ്പിഡ് കോമ്പോസിഷൻ ഡിഫറിങ് ഫ്രം വൺ അനദർ. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ആയിരുന്നു. ഓരോ സെൽ മെംബ്രെയിനും യുണീക്ക് ആയിട്ടുള്ള ലിപ്പിഡ് കോമ്പോസിഷൻ ആയിരിക്കും കാണാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ ലിപ്പിഡ് ബൈ ലെയർ ആണെന്ന് പറഞ്ഞു. ഓരോ ലെയറിലും 2 ലെയർ ആയിട്ടാണ് നമുക്ക് മെംബ്രെയിൻ കാണാനായിട്ട് പറ്റുക. സോ ഈ 2 ലെയറിലും, ഈ ഫസ്റ്റ് ലെയറിലും, ഇത് ഫസ്റ്റ് ലെയർ, അതുപോലെ ഇത് സെക്കൻഡ് ലെയർ. ഈ ഫസ്റ്റ് ലെയറിലും സെക്കൻഡ് ലെയറിലുമുള്ള ലിപ്പിഡ്സിന്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ കാണുന്ന ലിപ്പിഡ്സ് എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കില്ല, അതിനും ഡിഫറൻസ് ഉണ്ടായിരിക്കും. സോ ഈച്ച് ടൈപ്പ് ഓഫ് സെല്ലുലാർ മെംബ്രെയിൻ ഹാസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക് ലിപ്പിഡ് കമ്പോസിഷൻ ഡിഫറിങ് ഫ്രം വൺ അനദർ. എന്തിൻ്റെയൊക്കെ ബേസിസിൽ? ഇൻ ദ ടൈപ്പ് ഓഫ് ലിപ്പിഡ്സ്, അതിൽ കാണുന്ന ലിപ്പിഡ്സ്, അതുപോലെ നേച്ചർ ഓഫ് ദ ഹെഡ് ഗ്രൂപ്പ്സ് ആൻഡ് ദ പെർട്ടിക്കുലർ സ്പീഷീസ് ഓഫ് ഫാറ്റി അസൈൽ ചെയിൻ. അതായത് ആ ഫാറ്റി ആസിഡ് ചെയിനിൽ ഡിഫറൻസ് കാണാം, അതുപോലെ ഹെഡ് ഗ്രൂപ്പിൽ, അതുപോലെ ഇവിടെ കാണുന്ന ലിപ്പിഡ്സ്, ഇതൊക്കെ വേരി ചെയ്യാം. ഇപ്പോൾ ഗ്ലൈക്കോലിപ്പിഡ്സ് തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട് അല്ലേ. ഫോസ്ഫാറ്റിഡിൽ കോളിൻ ആവാം, ഫോസ്ഫാറ്റിഡിൽ എഥനോളാമൈൻ ആവാം. അതൊക്കെ എന്താ ആ ഹെഡ് ഗ്രൂപ്പിൽ ഏതാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെന്ന് ബേസ് ചെയ്തിട്ട്. ആൻഡ് ദ ലിപ്പിഡ്സ് ഓഫ് എ മെംബ്രെയിൻ ആർ മോർ ദാൻ സിമ്പിൾ സ്ട്രക്ചറൽ എലമെന്റ്സ്. സ്ട്രക്ചറൽ എലമെന്റ്സ് മാത്രമല്ല, they have effect on the biological properties of the membrane. മെംബ്രെയിൻ്റെ ബയോളജിക്കൽ പ്രോപ്പർട്ടിയിൽ ഇമ്പോർട്ടൻറ്റ് റോൾ ഉള്ളത് ലിപ്പിഡ്സിനാണ്. സോ ലിപ്പിഡ് കോമ്പോസിഷൻ ക്യാൻ ഡിറ്റർമിൻ ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ദ മെംബ്രെയിൻ. ബയോളജിക്കൽ സ്റ്റേറ്റ്, അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഉണ്ട്. ദെൻ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ദ മെംബ്രെയിൻ, മെംബ്രെയിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻഫ്ലുവൻസ് ദ ആക്ടിവിറ്റി ഓഫ് ദ മെംബ്രെയിൻ പ്രോട്ടീൻ. മെംബ്രെയിൻ പ്രോട്ടീൻസിന്റെ ആക്ടിവിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ലിപ്പിഡ്സിന് പറ്റുന്നുണ്ട്. മെംബ്രെയിൻ ലിപ്പിഡ്സ് ഓൾസോ പ്രൊവൈഡ് പ്രീകേഴ്സേഴ്സ്. എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ദ ആക്ട് ആസ് പ്രീകേഴ്സേഴ്സ് ഓഫ് കെമിക്കൽ മെസ്സഞ്ചേഴ്സ്. ചില കെമിക്കൽ മെസ്സഞ്ചേഴ്സിന്റെ പ്രീകേഴ്സേഴ്സ് ആയിട്ടും മെംബ്രെയിൻ ലിപ്പിഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ മെംബ്രെയിൻ ലിപ്പിഡ്സിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഓരോ സെൽ ടൈപ്പ് അനുസരിച്ച് വേരി ചെയ്യും. ദെൻ അതിന് ബയോളജിക്കൽ എഫക്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൂടാതെ ആ മെംബ്രെയിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്, അതായത് ഫ്ലൂയിഡിറ്റി എന്നൊക്കെ പറയും, ആ ഫിസിക്കൽ സ്റ്റേറ്റ് അതുവഴി മെംബ്രെയിൻ പ്രോട്ടീൻസിന്റെ ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ ചില സിഗ്നലിംഗ് മോളിക്യൂൾസ്, അതല്ല എന്നുണ്ടെങ്കിൽ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് അല്ലേ, സിഗ്നലിംഗ് മോളിക്യൂൾസിന് നമ്മൾ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് എന്ന് പറയും. ഈ കെമിക്കൽ മെസ്സഞ്ചേഴ്സിൻ്റെ ഒക്കെ പ്രിക്കേഴ്സേഴ്സ് ആയിട്ടും ഈ ലിപ്പിഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ലിപ്പിഡ് കോമ്പോസിഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ 2 ടൈപ്പ് സെല്ലാണ് കാണിച്ചിരിക്കുന്നത്, ഹ്യൂമൻ എറിത്രോസൈറ്റ്, ഹ്യൂമൻ മൈലിൻ ഷീത്ത്. ഈ സെൽ മെംബ്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഫോസ്ഫാറ്റിഡിക് ആസിഡ്, ഫോസ്ഫാറ്റിഡൈൽ കോളിൻ, ഫോസ്ഫാറ്റിഡൈൽ എഥനോളാമൈൻ, ഫോസ്ഫാറ്റിഡൈൽ ഗ്ലിസറോൾ, അതുപോലെ ഫോസ്ഫാറ്റിഡൈൽ സെറിൻ, കാർഡിയോലിപ്പിൻ, സ്വിംഗോമൈലിൻ, ഗ്ലൈക്കോലിപ്പിഡ്, കൊളസ്ട്രോൾ. ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദെൻ മെംബ്രെയിന് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞൊരു നേച്ചർ ഉണ്ട്. മെംബ്രെയിൻ്റെ സെമി പെർമിയബിലിറ്റി നമ്മൾ പറഞ്ഞു, സ്ട്രക്ചറൽ സപ്പോർട്ട്സ് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ഒരു ഫീച്ചറാണ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ ലിപ്പിഡ് ബൈലെയർ. ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ ലിപ്പിഡ് ബൈലെയർ. മെംബ്രെയിൻസ് ആർ ഡീഫോമബിൾ. ഒരു സെല്ലിൻ്റെ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഈ മെംബ്രെയിൻസിന് പറ്റും എന്നാണ് പറയുന്നത്. പ്ലാസ്മ മെംബ്രെയിന് സ്വയം ഒരു എന്താ പറയുക, എബിലിറ്റി ടു സെൽഫ് അസംബിൾ, സ്വയം ഒന്ന് അസംബിൾ ചെയ്യാനായിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള, അതിൻ്റെ പൊസിഷനൊക്കെ മാറി ആ ഷേപ്പ്, എൻ്റയർ സെല്ലിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള പ്രോപ്പർട്ടി ലിപ്പിഡ് ബൈലെയറിനുണ്ട്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ ലിപ്പിഡ് ബൈലെയർ. Membranes are deformable and their overall shape can change as occurs during locomotion and cell division. സെൽ ഡിവിഷൻ്റെ സമയത്ത് അല്ലേ, സെൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ക്ലീവേജ് ഫറോ ഫോം ചെയ്യണം. ആ ക്ലീവേജ് ഫറോ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളിലോട്ട് മൂവ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മൂവ്മെൻറ്റ്, ഇൻവാർഡ് മൂവ്മെൻറ്റ് പോസിബിൾ ആയിട്ടുള്ളത്? ആ പ്ലാസ്മ മെംബ്രെയിനിലെ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിന് മൂവ് ചെയ്യാനായിട്ട് അതിനൊരു ഫ്ലെക്സിബിൾ നേച്ചർ ഉള്ളത് കൊണ്ട് അല്ലേ. സ്റ്റിഫായിട്ടുള്ള എന്താ പറയുക, ഒരു
മെറ്റൽ കൊണ്ടുള്ളൊരു കമ്പിയാണെന്ന് വിചാരിക്കാം. അതിനെ നമുക്ക് ഒരുപാട് വളയ്ക്കാനായിട്ട് പറ്റും. സ്റ്റിഫായിട്ട് അങ്ങനെ നിന്ന് കഴിയുമ്പോൾ ഇല്ല, കൂടുതലായിട്ട് വളച്ചെടുക്കാനായിട്ട് പറ്റില്ല, ഈസിലി പറ്റില്ല. അസമയം കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് ഇലാസ്റ്റിക് ഒക്കെ ആണെന്നുണ്ടെങ്കിലോ നമുക്ക് ഇങ്ങനെ വളച്ചെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. പ്ലാസ്മ മെംബ്രെയിൻ ഈസ് ഹൈലി ഫ്ലെക്സിബിൾ ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഈസ് ഇറ്റ്സ് എബിലിറ്റി ടു സെൽഫ് അസംബിൾ. സെൽഫായിട്ട് അസംബിൾ ചെയ്യാനായിട്ടുള്ളൊരു എബിലിറ്റി ഉണ്ട്, സെൽഫ് അസംബിൾ. അതിന് എക്സാമ്പിളാണ് ലിപ്പോസോം ഫോർമേഷൻ, മിസെല്ലാർ ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത്. ലിപ്പോസോം ആൻഡ് മിസെല്ലാർ ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇപ്പോൾ നമ്മൾ ആംഫിപ്പതിക് ലിപ്പിഡ്സിനെ, ആംഫിപ്പതിക് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനൊരു ഹൈഡ്രോഫോബിക് റീജിയനും ഉണ്ട്, ഹൈഡ്രോഫിലിക് റീജിയനും ഉണ്ട്. 2 ചാർജ് ഉള്ളതിനെയാണ് ആംഫിപ്പതിക് എന്ന് പറയുന്നത്. സോ ഒരു ആംഫിപ്പതിക് ലിപ്പിഡ്സ് ആർ മിക്സ്ഡ് വിത്ത് വാട്ടർ എന്ന് വിചാരിക്കാം. ആംഫിപ്പതിക് മോളിക്യൂൾസ്, അതായത് കുറച്ച് ഫോസ്ഫോലിപ്പിഡ് എടുത്ത് വാട്ടറായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും, അത് തന്നെത്താനൊരു ഓർഗനൈസ് ചെയ്യാറാണ് സെൽഫ് അസംബിൾ. അങ്ങനെ സെൽഫ് അസംബിൾ ചെയ്ത് 2 സ്ട്രക്ചേഴ്സാണ് ഫോം ചെയ്യുക. ദേ ആർ കോൾഡ് ലിപ്പോസോം ആൻഡ് മിസെല്ല. മിസെല്ല ആൻഡ് ലിപ്പോസോം. മിസെല്ല എന്ന് പറഞ്ഞാൽ ഒരു ഇന്നർ ഹൈഡ്രോഫോബിക് കോറും ഒരു ഇന്നർ ഹൈഡ്രോഫോബിക് കോറും ഔട്ടർ ഹൈഡ്രോഫിലിക് കോറും മാത്രം ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, മിസെല്ലാർ. ഇതാണ് മിസെല്ലാർ സ്ട്രക്ചർ. മിസെല്ലാർ എന്ന് അതിൻ്റെ ചുറ്റും എന്തായിരിക്കും, ആ ആംഫിപ്പതിക് മോളിക്യൂൾ ആയിരിക്കും. അതിൻ്റെ ഹൈഡ്രോഫിലിക് റീജിയൻ മുഴുവൻ എങ്ങോട്ട് എക്സ്പോസ് ചെയ്യും, വാട്ടറിലോട്ട് എക്സ്പോസ് ചെയ്തിട്ട്, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ളത് ആ വാട്ടർ എൻവയോൺമെന്റിലോട്ട് എക്സ്പോസ് ചെയ്യും. ഇന്നർ കോറിലോട്ട് അതിൻ്റെ ഹൈഡ്രോഫോബിക് ടെയിലിനെ ഇൻസേർട്ട് ചെയ്ത് വെക്കും. അങ്ങനെ ഫോം ചെയ്യുന്ന സ്ട്രക്ചറാണ് മിസെല്ല. ഈ കാണിച്ചിരിക്കുന്നത് മിസെല്ലയാണ്. ഈ ഔട്ടറിൽ ആ ഹൈഡ്രോഫിലിക് ഹെഡ് റീജിയനും ദെൻ ദിസ് ഈസ് ദ ഹൈഡ്രോഫോബിക് ടെയിൽ റീജിയൻ. ആൻഡ് ലിപ്പോസോംസ് ആണെന്നുണ്ടെങ്കിൽ ഈ മിസെല്ലാർ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ മിസെല്ല ഫോം ചെയ്യുന്നത് മെയിനായിട്ട് ഫാറ്റി ആസിഡ് സോൾട്ട് ആയിരിക്കും. ഫാറ്റി ആസിഡ് സോൾട്ട് അതിൻ്റെ പ്രത്യേകത, അതിന് ഒരൊറ്റ ഫാറ്റി ആസിഡ് ചെയിനാണ് കാണാനായിട്ട് പറ്റുള്ളൂ. അതായത് ഒരൊറ്റ ഫാറ്റി ആസിഡ് ടെയിലാണ് കാണാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ദ മോളിക്യൂൾസ് വിൽ ഫോം എ സ്മോൾ ആൻഡ് spherical micellar structure which has a size less than 20 nanometer in which അവിടെ എങ്ങനെയാണ് ഹൈഡ്രോഫോബിക് ടെയിൽ റീജിയൻ എന്ന് പറയുന്നത് ഇന്നർ കോറിലും ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡ് ഔട്ടർ റീജിയനിലും ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഒരു സ്ട്രക്ചറാണ് ലിപ്പോസോം. ലിപ്പോസോം എന്ന് പറഞ്ഞാൽ ഹയർ ഫാറ്റി ആസിഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഹെവി ആയിട്ടുള്ള ഫാറ്റി ആസിഡ് ചെയിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ ലിപ്പോസോം ഹാസ് അവിടെ ഫോസ്ഫോലിപ്പിഡ്സ് എന്നാണെങ്കിൽ ആ ലിപ്പിഡ്സിൻ്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഇന്നറിൽ ഒരു ഇന്നർ റീജിയനിൽ എന്നിട്ടാകും ഒരു അക്വാട്ടിക് കോർ അല്ലെങ്കിൽ ഒരു അക്വസ് റീജിയൻ കാണും. ഇന്നർ റീജിയനിൽ ഈ കാണുന്നത് ഒരു അക്വസ് കോർ റീജിയൻ. ആ അക്വസ് കോറിനോട് അറ്റാച്ച് ചെയ്തിട്ട് ആരായിരിക്കും കാണും, അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് ഹൈഡ്രോഫിലിക് ഹെഡ് റീജിയൻ കാണും. ദെൻ ലിപ്പിഡ് ബൈ ഹൈഡ്രോഫോബിക് റീജിയൻ then again the hydrophilic region. അപ്പോൾ ലിപ്പോസോം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെൻറ്ററിൽ വാട്ടർ ഓർ ദ അക്വസ് റീജിയൻ. സോ ഇവിടെ ഇൻട്രാക്ട് ചെയ്ത് വരുന്നത് അതിൻ്റെ ഹെഡ് റീജിയൻ ആയിരിക്കും. ആംഫിപ്പതിക് മോളിക്യൂൾസിൻ്റെ ഹെഡ് റീജിയൻ ഓർ ദ പോളാർ ഹെഡ് റീജിയൻ ആയിരിക്കും ഈ സെൻറ്റർ അക്വാട്ടിക് റീജിയൻ അല്ലെങ്കിൽ സെൻറ്റർ അക്വസ് റീജിയൻ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാം. ദെൻ ടെയില്, ഓക്കെ, ഈ ടെയിൽ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് വീണ്ടും വാട്ടറിനോട് ഇൻട്രാക്ട് ചെയ്തിരിക്കാനായിട്ട് പറ്റുമോ, ഇല്ല. സോ അഗെയിൻ ആ മോളിക്യൂൾസ് വേറൊരു ലെയർ ഫോം ചെയ്യും, അനദർ ലീഫ്ലെറ്റ്. ഇതെന്തിനോട് സിമിലർ ആണ്, നമ്മുടെ ലിപ്പിഡ് ബൈലെയറിനോട് സിമിലർ ആയിട്ട് എൻറ്റയർ റീജിയനെ കവർ ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഫോം ചെയ്യും. അതാണ് ലിപ്പോസോം എന്ന് പറയുന്നത്. സോ ലിപ്പോസോമിൻ്റെ ഏറ്റവും ഔട്ടറിൽ ഹൈഡ്രോഫിലിക് പോളാർ ഹെഡ് ആയിരിക്കും. ദെൻ ഇന്നർ റീജിയൻ, അത് കഴിഞ്ഞിട്ട് വരുന്ന റീജിയനിൽ എന്തായിരിക്കും, ഹൈഡ്രോഫോബിക് ടെയിൽ ആയിരിക്കും. ദെൻ അഗെയിൻ ഹൈഡ്രോഫിലിക് പോളാർ ഹെഡ് റീജിയൻ. ദെൻ അഗെയിൻ ദ അക്വസ് റീജിയൻ, അക്വസ് ഇന്റേണൽ റീജിയൻ. ഓക്കെ, സോ ഇതാണ് ലിപ്പോസോം എന്ന് പറയുന്നത്. അതായത് ബൈലെയർ ഷീറ്റ് പോലെയും അത് ഫോം ചെയ്യും. സോ ഇങ്ങനെയായിരിക്കും സ്ട്രക്ചർ ഫോം ചെയ്യുക. ലിപ്പോസോം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ലിപ്പോസോമിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡ്രഗ് ഡെലിവറിക്കൊക്കെ ലിപ്പോസോംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഡ്രഗ് ഡെലിവറിക്ക് ലിപ്പോസോംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനിഷ്യൽ ഡേയ്സിൽ ഇങ്ങനെ തന്നെയായിരുന്നു ലിപ്പോസോംസ്. അതായത് ഡ്രഗ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലിപ്പോസോമിന് 2 റീജിയൻ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു അക്വാട്ടിക് കോർ റീജിയനും ഉണ്ട്, അതുപോലെ ഒരു ഹൈഡ്രോഫോബിക് റീജിയൻ ഉണ്ട്. സോ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ളത് ഇവിടെ ഡ്രഗ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ അക്വസ് ഫ്ലൂയിഡ്. ഈ അക്വസ് ഫ്ലൂയിഡിൽ
ക്രിസ്റ്റലൈസ്ഡ് ഡ്രഗ് ഉണ്ടാകും. ദെൻ ഈ ഹൈഡ്രോഫോബിക് റീജിയനിൽ ലിപ്പിഡ് സൊല്യൂബിൾ ഡ്രഗും ഉണ്ടാവും. ഇതിനെ പ്രൊവൈഡ് ചെയ്യും. സോ ഈസിലി എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ ബൈലെയറിനെ പെനിട്രേറ്റ് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പക്ഷേ ചില കേസസിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇതൊരു എക്സ്റ്റേണൽ ആണ് അല്ലേ, എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് ആണ്, ഒരു ഫോറിൻ ബോഡിയാണ്. സോ ഇതിന് സെല്ലിന് കൊടുത്താൽ സെല്ല് നോർമലി എന്താ ചെയ്യുക, അതിന് നശിപ്പിച്ച് കളയും, ഡിഗ്രേഡ് ചെയ്ത് കളയാനുള്ള ടെൻഡൻസി കൂടുതലാണ്. സോ ലേറ്റർ ആണ് ഇതിനൊരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ് കൂടി പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ദ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് പോളിഎഥിലീൻ, പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് പോളിഎഥിലീൻ, പോളിനെഥിലീൻ വെച്ചിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് കോട്ട് കൊടുക്കും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഫ്രം ഡിസ്ട്രക്ഷൻ ബൈ ഇമ്മ്യൂൺ സെൽസ്, ആൻറ്റിബോഡി മോളിക്യൂൾസ് ദാറ്റ് ടാർഗറ്റ് ടു സ്പെസിഫിക് ബോഡി ടിഷ്യൂസ്. അങ്ങനെ അത് കറക്റ്റായിട്ട് അതിൻ്റെ ലൊക്കേഷനിലോട്ട് ടാർഗറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഒരു ഫീച്ചറാണ് അസിമെട്രി ഓഫ് ദ മെംബ്രെയിൻ ലിപ്പിഡ്സ്. ലിപ്പിഡ് മെംബ്രെയിൻ്റെ അസിമെട്രി, അതായത് 2 ലെയർ ആയിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞാൽ അല്ലേ, ലിപ്പിഡ് ബൈ ലെയർ. ഇങ്ങനെ 2 ലെയർ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ 2 ലെയറിലും ലിപ്പിഡ് ഡിസ്ട്രിബ്യൂഷൻ, അതല്ലെന്നുണ്ടെങ്കിൽ കമ്പോണൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺഈക്വൽ, വിച്ച് മീൻസ് വിച്ച് ഈസ് അസിമെട്രിക്. അസിമെട്രിക് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് നോട്ട് ഈക്വൽ, അൺഈക്വൽ ആണെന്ന് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഇപ്പം ഫസ്റ്റ് ലീഫ്ലെറ്റിൽ 3, 4, 5 എന്ന് പറഞ്ഞിട്ട് ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്. അതുപോലെ സെക്കൻഡ് ലീഫ്ലെറ്റിൽ 3, 4, 5 എന്ന് തന്നെ ആവണമെന്നില്ല, അവിടെ വേറെ ടൈപ്പ് ആയിരിക്കും ഫോസ്ഫോലിപ്പിഡ്സ് കാണാനായിട്ട് പറ്റുക. അതാണ് അസിമെട്രി ഓഫ് ദ മെംബ്രെയിൻ ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. സോ ദ ലിപ്പിഡ് ബൈലെയർ കൺസിസ്റ്റ് ഓഫ് 2 distinct leaflets that have a distinctly different composition. സോ അസിമെട്രി ഓഫ് ദ മെംബ്രെയിൻ ലിപ്പിഡ്സ് എന്ന് പറയുന്നത് 2 ലീഫ്ലെറ്റിലും, ഇന്നർ ലീഫ്ലെറ്റിലും ഔട്ടർ ലീഫ്ലെറ്റിലും ലിപ്പിഡ് കമ്പോസിഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓൾ ദ ഗ്ലൈക്കോലിപ്പിഡ്സ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ. ഗ്ലൈക്കോലിപ്പിഡ്സ് എവിടെ കാണുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ ഇന്നർ ലീഫ്ലെറ്റിലുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് പ്രസന്റ് ഓൺലി ഇൻ ദ ഔട്ടർ ലീഫ്ലെറ്റ് ഓർ ദ ഇറ്റ് ആക്ട് ആസ് ദ റിസപ്റ്റേഴ്സ് ഓഫ് എക്സ്ട്രാ സെല്ലുലാർ ലിഗാൻഡ്സ്. അതുപോലെ തന്നെ ഫോസ്ഫാറ്റിഡൈൽ എത്തനോളാമൈൻ എന്ന് പറയുന്നത്, ഫോസ്ഫാറ്റിഡൈൽ എത്തനോളാമൈൻ PE എന്ന് പറയും. അതെവിടെയാണ് മെയിനായിട്ട് കാണാം? ഇന്നർ ലീഫ്ലെറ്റിലായിരിക്കും കാണാനായിട്ട് പറ്റുക. ഒരു സെൽ മെംബ്രെയിൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇന്നർ ലീഫ്ലെറ്റിലായിരിക്കും ഫോസ്ഫാറ്റിഡൈൽ എത്തനോളാമൈൻ കാണാനായിട്ട് പറ്റുക. ആൻഡ് ഇറ്റ് ടെൻസ് ടു പ്രൊമോട്ട് ദ കർവേച്ചർ. എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? മെംബ്രെയിൻ കർവേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അതുപോലെ മെംബ്രെയിൻ ബഡ്ഡിങ്, ഫ്യൂഷൻ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഫോസ്ഫാറ്റിഡൈൽ സെറിൻ എന്ന് പറയുന്നത് നോർമലി കൂടുതലായിട്ട് കാണുന്നത് ഇന്നർ മെംബ്രെയിനിലാണ്. സോ എന്താണ് ഈ അസിമെട്രി കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? നോർമലി എവിടെയാണ് കാണുന്നത്? ഈ ഫോസ്ഫാറ്റിഡൈൽ എത്തനോളാമൈൻ എന്ന് പറയുന്നത് ഇന്നർ ലീഫ്ലെറ്റിലാണ്. അതുപോലെ ഫോസ്ഫാറ്റിഡൈൽ സെറിൻ എന്ന് പറയുന്നതും ഇവിടെ ഡിസ്ട്രിബ്യൂഷനാണ് എക്സോപ്ലാസ്മിക് ആൻഡ് സൈറ്റോസോളിക്. ഇവിടെ സ്ഫിങ്കോമൈലിൻ, ഫോസ്ഫാറ്റിഡൈൽ കോളിൻ, അതുപോലെ തന്നെ കൊളസ്ട്രോൾ, ഇതൊക്കെ എക്സോപ്ലാസ്മിക് സൈഡിൽ കൂടുതലായിട്ട് കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇന്റേണൽ സൈഡിലാണെങ്കിൽ ഫോസ്ഫാറ്റിഡൈൽ എത്തനോളാമൈൻ, ഫോസ്ഫാറ്റിഡൈൽ സെറിൻ, കൊളസ്ട്രോളും ഉണ്ട്. കൊളസ്ട്രോൾ ഓൾമോസ്റ്റ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ്. then ഇവിടെ വരുന്നത് ഫോസ്ഫാറ്റിഡൈൽ എത്തനോളാമൈനും സെറിനും ഒക്കെ എവിടെയാണ് കാണുന്നത്? ഇന്നർ ലീഫ്ലെറ്റിലൊക്കെയാണ് കൂടുതൽ. എന്താണ് ഈ അസിമെട്രി കൊണ്ടുള്ള ഇമ്പോർട്ടൻസ്? സോ നമ്മുടെ സെല്ലിന് ഇതൊക്കെ വെച്ചിട്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ട്, ബോഡി സിസ്റ്റത്തിനാല് സെല്ലിലെ കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു റെക്കഗ്നീഷൻ പ്രോസസ്സ് എന്ന് പറയും. അത് ഫുള്ളി ഫങ്ഷണൽ ആണോ അല്ലേ എന്നൊക്കെ നമ്മുടെ ബോഡി ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ മനസ്സിലാക്കുന്നത് ഈ കാണുന്ന ലിപ്പിഡ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ വെച്ചിട്ടായിരിക്കും. വൺസ് ഈ ഫോസ്ഫാറ്റിഡൈൽ എത്തനോളാമൈൻ അല്ലെങ്കിൽ ഈ ഫോസ്ഫാറ്റിഡൈൽ സെറിൻ എവിടെയാണ് കൂടുതൽ കാണുന്നത്? ഇന്നർ ലീഫ്ലെറ്റിൽ. ഇത് അകത്തുനിന്ന് പുറത്തോട്ട് വരിക എന്നരുത്. അതായത് ഇന്നർ ലീഫ്ലെറ്റിൽ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്തു? ഇന്നർ ലീഫ്ലെറ്റിൽ നിന്ന് ഔട്ടർ ലീഫ്ലെറ്റിൽ ഈ ഫോസ്ഫാറ്റിഡൈൽ സെറിൻ കൂടുതലായിട്ട് കണ്ടു. അപ്പോൾ അത് ശരിക്കും ഒരു ഇൻഫോർമേഷനാണ് പ്രൊവൈഡ് ചെയ്യുക. ആ സെല്ലിനോട് പറയാണ് എന്താണ് അവിടെ പറയുന്നത്? ഔട്ടർ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഏജിങ്. എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഏജിങ്. അത് ഫങ്ഷണൽ അല്ല, അതിന് സെൽ ഡെത്ത് നടക്കണം, അപ്പോപ്ടോസിസ് നടക്കണം എന്നുള്ളതൊക്കെ അങ്ങനെ ഒരു ഇൻഫോർമേഷൻ. അല്ലെങ്കിൽ അതിനെന്തെങ്കിലും റിപ്പയർ മെക്കാനിസം ആവശ്യമാണോ
എന്നതൊക്കെ ആ സെല്ലിന് മനസ്സിലാക്കി കൊടുക്കുന്നത് ഈ ലിപ്പിഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് അസിമെട്രി ഓഫ് ദ മെംബ്രെയിൻ ലിപ്പിഡ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നെക്സ്റ്റ് ഒരു ഫീച്ചറാണ് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി. മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി, ഫ്ലൂയിഡ് നേച്ചർ ഓഫ് ദ മെംബ്രെയിൻ, ഫ്ലൂയിഡ് അതായത് മൂവ്മെൻറ്റിന് പോസിബിളാണ്. അതെ, നമ്മൾ ലിപ്പിഡ് റാഫ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു, ലിപ്പിഡ് റാഫ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അവിടെ എന്താണ്, ഒരു ചെറിയ ചെറിയ ഡൊമൈനിൽ സ്വിംഗോലിപ്പിഡ്സും കൊളസ്ട്രോളും ഒക്കെ കൂടുതലായിട്ട് കാണും. അവിടെ റിസപ്റ്റേഴ്സ് കൂടുതലായിരിക്കും, അതായത് അവിടെ ആയിരിക്കും ആ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ മെംബ്രെയിൻ എന്ന് പറയുന്നത് ആ ലിപ്പിഡ് റാഫ്റ്റ് ആയിരിക്കും. അതുപോലെ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ദ ലിപ്പിഡ് ഓഫ് എ മെംബ്രെയിൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഇറ്റ്സ് ഫ്ലൂയിഡിറ്റി. ഒരു മെംബ്രെയിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലൂയിഡിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പറയാനായിട്ട് പറ്റാം. സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ സെൽ മെംബ്രെയിൻ ദാറ്റ് അലൗസ് ഇറ്റ് ടു അഡാപ്റ്റ് ഇറ്റ്സ് ഷേപ്പ് ആൻഡ് മൂവ്മെൻറ്റ് ടു ഡിഫറെൻറ്റ് കണ്ടീഷൻ. ഫ്ലൂയിഡിറ്റി കൂടുമ്പോൾ മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും പോസിബിൾ ആണ് എന്നാ പറയാം. ഫ്ലൂയിഡിറ്റി കൂടുന്നതനുസരിച്ച് സെല്ലുലാർ മൂവ്മെൻറ്റ്, സെൽ കണ്ടൻസിൻ്റെ മൂവ്മെൻറ്റ് കൂടുതലായിട്ട് നടക്കും. സോ ആ സെൽ മൂവ്മെൻറ്റ്, ഇതിനു മുമ്പ് നമുക്ക് ഫ്ലൂയിഡിറ്റിക്ക് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. സെൽ മൂവ്മെൻറ്റ്, സെൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ് മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഫ്ലൂയിഡിറ്റി ഉണ്ട്, ആ ഫ്ലൂയിഡിറ്റി കാരണം ആ ലിപ്പിഡ്സിന് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആ മൂവ്മെൻറ്റ്സിനെ അല്ലെങ്കിൽ ആ ലിപ്പിഡ്സിൻ്റെ മൂവ്മെൻറ്റിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ലിപ്പിഡ്സിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, സോ ഇതൊരു ബൈലെയർ ആണെന്ന് വിചാരിക്കാം. ഈ ലിപ്പിഡ്സ് തമ്മിലുള്ള സ്പേസ് കൂടുന്നതനുസരിച്ച് മൂവ്മെൻറ്റ് കൂടുതലാണ്, അതായത് ഫ്ലൂയിഡിറ്റി കൂടുതലായിരിക്കും. ഫ്ലൂയിഡിറ്റി കൂടുന്നതനുസരിച്ച് മൂവ്മെൻറ്റിനുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ മൂവ്മെൻറ്റ് എന്നുള്ള ഫീച്ചർ കൂടുതലായിരിക്കും. സോ ഈ സെൽ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ സെല്ലിന് ഇവിടെ കാണുന്ന ആ ലിപ്പിഡിന് പ്ലാസ്മ മെംബ്രെയിൻ്റെ മൂവ്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത് അല്ലേ. സോ ഈ ബൈലെയറിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെ മൂവ് ചെയ്യാം അല്ലേ. ഇവിടെയുള്ള ഫോസ്ഫോലിപ്പിഡ്, ഇതൊരു ഫോസ്ഫോലിപ്പിഡാണ്. ഈ ലിപ്പിഡിന് ഇങ്ങോട്ടെത്താം, ഇവിടെ നിന്ന് ഇങ്ങോട്ടെത്താം, ഇങ്ങനെ ഈ പൊസിഷനിൽ ഈ പൊസിഷനിലോട്ട് ഇങ്ങനെ നീങ്ങി പോകാം. ആ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ട്രാൻസിഷണൽ മൂവ്മെൻറ്റ് എന്നാണ് വിളിക്കുക. ട്രാൻസിഷണൽ മൂവ്മെൻറ്റ് ഓർ ദ ലാറ്ററൽ മൂവ്മെൻറ്റ് എന്ന് പറയും. സൈഡ് ടു സൈഡ് മൂവ്മെൻറ്റ്. ഓക്കെ, ലാറ്ററൽ മൂവ്മെൻറ്റ് ഓഫ് ദ ഫോസ്ഫോലിപ്പിഡ്സ് ഇൻ പെർട്ടിക്കുലർ ഡയറക്ഷൻ ഓർ സൈഡ് ടു സൈഡ് മൂവ്മെൻറ്റ്. അതിനെയാണ് ട്രാൻസിഷണൽ മൂവ്മെൻറ്റ് ഓർ ലാറ്ററൽ മൂവ്മെൻറ്റ്. അതായത് സ്പേസ് കൂടുന്നതനുസരിച്ച് ഇതിങ്ങനെ നീങ്ങി പോകും. അത് എനർജറ്റിക്കലി ഫേവറബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. ദെൻ വേറൊരു മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇതൊരു ഫോസ്ഫോലിപ്പിഡിന് സ്വയം തിരിയാനായിട്ടുള്ളൊരു കഴിവുണ്ട്. 360 ഡിഗ്രിയിൽ സ്വയം റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ട്, വിച്ച് ഈസ് കോൾഡ് റൊട്ടേഷണൽ മൂവ്മെൻറ്റ്. എന്താണ് വിളിക്കുന്നത്? റൊട്ടേഷണൽ മൂവ്മെൻറ്റ്. Rotational movement, it is the ability of a phospholipid to rotate, self-rotation, rotate in 360 degree along its own axis. അതിൻ്റെ ആക്സിസിൽ തന്നെ 360 ഡിഗ്രി തിരിയാനായിട്ടുള്ള അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഫോസ്ഫോലിപ്പിഡിൻ്റെ ഫീച്ചറിനെയാണ് റൊട്ടേഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു നോർമലി ഫോസ്ഫാറ്റിഡൈൽ എഥനോളാമൈനും സെറിനൊക്കെ എവിടെ കാണുന്നു എന്നാണ് പറഞ്ഞത്? സെല്ലിൻ്റെ ഇന്നർ ലീഫ്ലെറ്റിലാണ് കാണുന്നത്. ദെൻ അതിന് ആ സെല്ലിന് എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ സെൽ ഡിസ്ട്രക്ഷൻ ഒക്കെ വേണം, അല്ലെങ്കിൽ ഏജിങ് ഒക്കെ ആവും, എന്ത് ചെയ്യുന്നുണ്ട്? ഈ മൂവ്മെൻറ്റ് ഫോസ്ഫാറ്റിഡൈൽ സെറിന് ഇങ്ങോട്ട് എത്തുന്നുണ്ട്, കൂടുതലായിട്ട് ഔട്ടർ ലീഫ്ലെറ്റിലാണ് കാണുന്നത്. സോ അവിടെ എന്താ, ഇവിടെയുള്ള ഫോസ്ഫാറ്റിഡൈൽ സെറിൻ ഇങ്ങോട്ട് മൂവ് ചെയ്യണം. അത് പോസിബിൾ ആണോ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള റീജിയൻ, ഇത് ഹൈഡ്രോഫോബിക് റീജിയൻ, ലാറ്ററൽ മൂവ്മെൻറ്റ്സ് ഈസിലി പോസിബിൾ ആണ്. പക്ഷേ ഇവിടെയുള്ള ഈ മോളിക്യൂൾ അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ഫോസ്ഫോലിപ്പിഡ് ഇവിടെ എത്താന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, നേരെ മൈഗ്രേറ്റ് ചെയ്താൽ പറ്റുമോ? ഇല്ല. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്താൽ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള റീജിയൻ ഈ കോർ ഹൈഡ്രോഫോബിക് റീജിയനിൽ പറ്റും. സോ അത് പ്ലാസ്മ മെംബ്രെയിൻ്റെ ഡിസ്റപ്ഷന് കാരണം. അങ്ങനെയല്ല, ഇത് തിരിയണം അല്ലേ, ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരണം.
ആ ഫുൾ ഇവിടെ നിന്ന് അതിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്ത് വരണം. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വന്നെങ്കിൽ മാത്രമാണ് ഇവിടെ എത്തുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ വരണം എങ്കിൽ മാത്രമാണ് ഹെഡ് റീജിയൻ, അതായത് ഈ ഹൈഡ്രോഫിലിക് റീജിയൻ ഔട്ടറിലോട്ട് മാറുള്ളൂ. ഈ ഹൈഡ്രോഫോബിക് ടെയിൽ താഴോട്ടും വരുള്ളൂ. ആ ഹൈഡ്രോഫോബിക് റീജിയനിലോട്ട് ആകുള്ളൂ. നോൺ പോളാർ ടെയിൽ ഹൈഡ്രോഫോബിക് റീജിയനിലോട്ടും അതുപോലെ തന്നെ പോളാർ ഹെഡ് റീജിയൻ ഹൈഡ്രോഫിലിക് റീജിയനിലും വരണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മൈഗ്രേറ്റ് ചെയ്യണം. സോ ഈ ടൈപ്പ് മൂവ്മെൻറ്റ് അതിനെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെൻറ്റ്. ആൻഡ് ദ തേർഡ് മൂവ്മെൻറ്റ് ഈസ് കോൾഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെൻറ്റ്. So the third category is the flip flop movement. Flip flop movement. Flip flop movement. സോ ഇങ്ങനെ കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എനർജിയൊക്കെ ആവശ്യമാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം. ഇങ്ങനെ ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെൻറ്റിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ചില എൻസൈംസ് ഉണ്ട്. ദേ ആർ നോൺ ആസ് ഫ്ലിപ്പേസ്. Flippase, floppase, and third one is scrimbase. സോ ഒരു ലെയറിൽ നിന്ന് മറ്റൊരു ലെയറിലോട്ട് ഫോസ്ഫോലിപ്പിഡ്സ് മൂവ് ചെയ്യുന്നതന്നെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സെയിം ലീഫ്ലെറ്റിലുള്ള മൂവ്മെൻ്റ് ആയിരുന്നു ട്രാൻസിഷണൽ മൂവ്മെൻറ്റ്. അതിൻ്റെ സെയിം ആക്സിസിൽ തന്നെ മൂവ് ചെയ്യുന്നതിന് റൊട്ടേഷണൽ മൂവ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു. സോ ഒരു ലെയറിൽ നിന്ന് വേറൊരു ലെയറിലോട്ട്, അത് ഇന്നർ ലീഫ്ലെറ്റിൽ നിന്ന് ഔട്ടർ ലീഫ്ലെറ്റിലോട്ടാകാം, ഔട്ടർ ലീഫ്ലെറ്റിൽ നിന്ന് തിരിച്ച് ഇന്നർ ലീഫ്ലെറ്റിലോട്ടും ആകാം. ഇങ്ങനെയുള്ള മൂവ്മെൻറ്റിനെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെൻറ്റ്. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഫ്ലിപ്പേസ്, ഫ്ലോപ്പേസ് ആൻഡ് സ്ക്രിംബേസ്. എന്താണ് ഫ്ലിപ്പേസിൻ്റെ ഫംഗ്ഷൻ? ഫ്ലിപ്പേസിൻ്റെ ഫംഗ്ഷൻ, ഫസ്റ്റ് വൺ ഈസ് ദ ഫ്ലിപ്പേസ്. ഫ്ലിപ്പേസിൻ്റെ ഫങ്ഷണൽ റോൾ എന്ന് പറയുന്നത് ഇന്നർ ലീഫ്ലെറ്റിൽ നിന്ന് ഔട്ടർ ലീഫ്ലെറ്റിലോട്ട്, എവിടെ നിന്നാ ഇന്നർ ലീഫ്ലെറ്റിൽ നിന്ന് ഔട്ടർ ലീഫ്ലെറ്റിലോട്ട് ലിപ്പിഡ് ട്രാൻസിഷന് ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് ഫ്ലിപ്പേസിൻ്റെ ഫംഗ്ഷൻ. സോ ഫ്ലിപ്പേസ്, ആ ഐ വെച്ച് ഓർത്തിരുന്നാൽ മതി. എന്താണ് ഐ ഫ്ലിപ്പേസ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ട്രാൻസിഷൻ ഓഫ് phospholipids from inner leaflet to the outer leaflet of the plasma membrane. Then floppase എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? Floppase which helps in the transfer of lipids from the outer layer to the inner region. പ്ലാസ്മ മെംബ്രെയിൻ്റെ ഔട്ടർ റീജിയനിൽ നിന്ന് ഇന്നർ റീജിയനിലോട്ട് മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്, ലിപ്പിഡ്സിൻ്റെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫ്ലോപ്പേസ്. ഫ്ലോപ്പേസ്. ആൻഡ് ദ തേർഡ് കാറ്റഗറി ഈസ് സ്ക്രിംബേസ്. അതായത് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെൻറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് സ്ക്രിംബേസിൻ്റെ ഫംഗ്ഷൻ. അതായത് ഫ്ലിപ്പേസിനെയും ഫ്ലോപ്പേസിനെയും അസിസ്റ്റ് ചെയ്യുക, അതിൻ്റെ ഫങ്ഷണാലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് സ്ക്രിംബേസിൻ്റെ ഫംഗ്ഷൻ. സോ നമ്മൾ പറയുന്നത് ഫ്ലൂയിഡിറ്റി. ഫ്ലൂയിഡിറ്റി എന്താ പറയുന്നത്? ആ ഫിസിക്കൽ നേച്ചർ, ആ സെല്ലുലാർ മൂവ്മെൻറ്റിനെയാണ് കാണിക്കുന്നത് ഫ്ലൂയിഡിറ്റി. സോ ഡിഫറെൻറ്റ് ടൈപ്പ് മൂവ്മെൻറ്റ് ഉണ്ട്, 3 ടൈപ്പ് മൂവ്മെൻറ്റ് ഉണ്ട്. ട്രാൻസിഷണൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സെയിം ലെയറിലുള്ള മൂവ്മെൻ്റ് ആണ്, വിച്ച് ഈസ് ഓൾസോ കോൾഡ് ലാറ്ററൽ മൂവ്മെൻറ്റ്. ദെൻ റൊട്ടേഷണൽ മൂവ്മെൻറ്റ്, അതും സെയിം ലെയറിലാണ്, പക്ഷേ എങ്ങനെയാണ് അതിൻ്റെ ആക്സിസിൽ ഒരു ലിപ്പിഡ് അല്ലെങ്കിൽ ഒരു ഫോസ്ഫോലിപ്പിഡ് അതിൻ്റെ സെയിം ആക്സിസിൽ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് റൊട്ടേഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെൻറ്റ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെൻ്റ് ആണ് അസിമെട്രിക്ക് കാരണം. ഓക്കെ, മെംബ്രെയിൻ അസിമെട്രി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ 3 എൻസൈംസ് വരുന്നുണ്ട്. ദേ ആർ ഫ്ലിപ്പേസ്, ഫ്ലോപ്പേസ് ആൻഡ് സ്ക്രിംബേസ്. then again നമുക്ക് ഫ്ലൂയിഡിറ്റിയിലോട്ട് വരാം. മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. സോ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ആണുള്ളത്. ദേ ആർ ടെമ്പറേച്ചർ. എന്താണ്? ടെമ്പറേച്ചർ and the amount of cholesterol and the kind of fatty acids in the phospholipid that form the cell membrane. സെൽ മെംബ്രെയിനിലുള്ള ഫോസ്ഫോലിപ്പിഡിലുള്ള ഫാറ്റി ആസിഡിൻ്റെ നേച്ചർ സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ? ഈ 3 ഫാക്ടേഴ്സാണ് മെയിനായിട്ട് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ടെമ്പറേച്ചർ. സോ ഈ ടെമ്പറേച്ചർ നോക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, വിച്ച് ഈസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ.
ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്താണെന്ന് പറഞ്ഞാൽ ദ ലിപ്പിഡ് ഈസ് കൺവേർട്ടഡ് ഫ്രം എ ലിക്വിഡ് ക്രിസ്റ്റലൈൻ ഫേസ് ടു gel like solid, a frozen crystalline gel in which the movement of the layer phospholipid fatty acid chain is greatly restricted, and the temperature at which this change occurs is called the transition temperature. എന്താണ് പറയുന്നത്? ഒരു ലിക്വിഡ് ക്രിസ്റ്റലൈൻ ഫേസിൽ നിന്ന് ഫ്രോസൺ ജെല്ലായി അത് സോളിഡ് സ്റ്റേറ്റിലോട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫാറ്റി ആസിഡ് ചെയിൻ മാറുന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ആ എവിടെ വെച്ചാണോ ചേഞ്ച് ഈ ക്രിസ്റ്റലൈൻ ഫേസ് ജെല്ലായിട്ട് മാറുന്നേ, ഫ്രോസൺ സ്റ്റേറ്റിലോട്ട് മാറുന്നേ, ആ ടെമ്പറേച്ചറിനെയാണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത്. ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഇതിന് നമ്മൾ പറയുക ട്രാൻസിഷൻ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതുപോലെ തന്നെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതാണ് നമ്മൾ നോക്കുക. സോ ട്രാൻസിഷൻ ടെമ്പറേച്ചർ കൂടുക, നമുക്കറിയാം ലിപ്പിഡ് ബൈലെയറാണ്. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? നമ്മുടെ വീട്ടിൽ നോക്കാം, നല്ല എന്താ പറയുക വിൻ്റർ ടൈമൊക്കെ ആയി എന്താ സംഭവിക്കുക? നമ്മൾ പുറത്ത് വെച്ചിരിക്കുന്ന ഓയിലൊക്കെ സോളിഡിഫൈ ചെയ്തിരിക്കുന്ന ഒരു ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് ആയിട്ട് മാറിയിരിക്കുന്നത് നമ്മൾ കാണാം. നമ്മൾ എന്താ ചെയ്യുക? അത് ലിപ്പിഡാണ് അല്ലേ? ആ ലിപ്പിഡിനെ നമ്മൾ ചൂടാക്കി കൊടുക്കുമ്പോൾ അത് അതിൻ്റെ ലിപ്പിഡ് നേച്ചർ, ആ സോളിഡിഫൈഡ് ചെയ്ത ജെൽ നേച്ചറിൽ നിന്ന് ലിക്വിഡ് നേച്ചറിലോട്ട് മാറും. അതുപോലെ തന്നെയാണ് ഇവിടെയും ഫോസ്ഫോലിപ്പിഡ് ലെയർ എന്താ? ഫോസ്ഫോലിപ്പിഡ് ലെയർ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, അത് ലിപ്പിഡ്സ് ആണ്. സോ ലിപ്പിഡ്സിൻ്റെ ടെമ്പറേച്ചർ എബോവ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ മൂവ്മെൻറ്റ് കൂടും. ആ ലിക്വിഡ് നേച്ചർ ഇൻക്രീസ് ചെയ്യും. ലിക്വിഡ് നേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡിറ്റി എന്തായിരിക്കും? ഫ്ലൂയിഡിറ്റി ഇൻക്രീസ് ചെയ്യും. സോ എബോവ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഈ ഫാറ്റി ആസിഡ്സ് തമ്മിലുള്ള സ്പേസ് കൂടും, ലിക്വിഡായിട്ട് മാറാണ് അല്ലേ? ആ ഫാറ്റി ആസിഡ് ചെയിൻ തമ്മിലുള്ള സ്പേസ് കൂടും, അങ്ങനെ സെല്ലുലാർ മൂവ്മെൻറ്റ് കൂടും. സോ ഫ്ലൂയിഡിറ്റി വിൽ ഇൻക്രീസ് ആസ് വി ഇൻക്രീസ് ദ temperature above the transition. So below the transition temperature നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവന്നു. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ ഓയിൽ ജെല്ലായിട്ട് മാറി കട്ട പിടിച്ചിരിക്കണം നമ്മൾ കണ്ടു. അതുപോലെ തന്നെയാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ ഫാറ്റി ആസിഡ് ചെയിൻസ് ഒക്കെ അടുത്തടുത്ത് വരും. സോ അതിന് മൂവ് ചെയ്യാനായിട്ട് പറ്റുമോ? സ്പേസ് കുറയുകയാണ് ചെയ്യുക. സ്പേസ് കുറയുമ്പോൾ ഫാറ്റി ആസിഡ് ചെയിൻ തമ്മിലുള്ള ആ ഡിഫറൻസ് അല്ലെങ്കിൽ ആ സ്പേസ് കുറഞ്ഞു കഴിയുമ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ്റെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആവും. So as we increase the temperature, fluidity will increase, and if we decrease the temperature below the transition temperature, what will happen? The fluidity will decrease. Next, cholesterol. കൊളസ്ട്രോൾ ഒരു ഫ്ലൂയിഡിറ്റി ബഫർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കൊളസ്ട്രോൾ നമ്മുടെ ലിപ്പിഡ് മെംബ്രെയിനിൽ കൊളസ്ട്രോൾ ഇടയ്ക്കിടയ്ക്ക് കാണാനായിട്ട് പറഞ്ഞു. 50% ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു. സോ എന്താണ് ഈ കൊളസ്ട്രോളിൻ്റെ ഇമ്പോർട്ടൻസ്? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് കൊളസ്ട്രോൾ എന്നാണ് പറയുന്നത്? കൊളസ്ട്രോൾ ഫ്ലൂയിഡിറ്റി ബഫറായിട്ട് ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ കണ്ടീഷൻ നോക്കാം. നോർമലി എങ്ങനെയാണ്? ഇങ്ങനെയാണ് ഒരു ബൈലെയർ കാണുന്നത്. നമുക്കറിയാം ഇവിടെ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്തു. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇവ തമ്മിലുള്ള സ്പേസ് ഈ രണ്ട് ഫോസ്ഫോലിപ്പിഡ് തമ്മിലുള്ള സ്പേസ് കൂടും, ഫ്ലൂയിഡിറ്റി കൂടും. ടെമ്പറേച്ചർ കുറച്ച് കഴിയുമ്പോൾ ഇവ തമ്മിലുള്ള സ്പേസ് കുറയും, അങ്ങനെ ഫ്ലൂയിഡിറ്റി കുറയും എന്ന് പറഞ്ഞു. പക്ഷേ ഇൻ കേസ് ഇവിടെ ഒരു കൊളസ്ട്രോൾ ഉണ്ടെന്ന് വിചാരിക്കും, ഇവിടെ ഒരു കൊളസ്ട്രോൾ മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ കൊളസ്ട്രോൾ മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കാം. ബിലോ ദ ട്രാൻസിഷൻ ടെമ്പറേച്ചറിനേക്കാളും കുറച്ചിട്ട്, അതായത് ടെമ്പറേച്ചർ കുറച്ചുകൊണ്ട് വന്നു. എന്താ സംഭവിക്കുന്നത്? നോർമലി ഇവിടെ ഒരു കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ ഈ ഫോസ്ഫോലിപ്പിഡ്സ് തമ്മിൽ അടുത്തടുത്ത് വരും, അങ്ങനെ ഫ്ലൂയിഡിറ്റി കുറയും. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ഇത് അടുത്തടുത്ത് വരുമോ? ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു ബാരിയറായിട്ട് കൊളസ്ട്രോൾ മോളിക്യൂൾ നിൽക്കുക. സോ ലിപ്പിഡ്സിൻ്റെ ഫാറ്റി ആസിഡ്സ് തമ്മിൽ ഒരു സ്പേസ് നിലനിർത്തുകയാണ്. സോ കൊളസ്ട്രോൾ വിൽ increases the fluidity.
increases the fluidity. In the case of below the transition temperature, കാരണം എന്താ, കൊളസ്ട്രോൾ ഡിസ്റപ്റ്റ് ദ ക്ലോസ് പാക്കിംഗ് അല്ലേ. ബിലോ ദ ട്രാൻസിഷൻ ടെമ്പറേച്ചർ പിക്ചർ എങ്ങനെയായിരുന്നു, ഇങ്ങനെയാണ്. ബിലോ ദ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ജെൽ ലൈക്ക് ആയിട്ട് ക്ലോസ് ആയിട്ടായിരിക്കും ഫാറ്റി ആസിഡ് ചെയിൻ ഇരിക്കുക. സോ ഫ്ലൂയിഡിറ്റി കുറയും. പക്ഷേ ഇവിടെ ഒരു കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും. ആ ഫാറ്റി ആസിഡ് ചെയിൻ അടുത്തടുത്തിരിക്കുന്നത് ആ പാക്കിങ് ഡിസ്റപ്റ്റ് ചെയ്യും. സോ fluidity will increase in the presence of cholesterol. Fluidity below transition temperature. Then above transition temperature എന്താ സംഭവിക്കാം, above transition temperature ഇതെല്ലാം ഇങ്ങനെ ഭയങ്കര ദൂരെ ആയിരിക്കും കിടക്കുന്നത് അല്ലേ, ഡിസ്റ്റൻസിലായിരിക്കും ഫാറ്റി ആസിഡ് ചെയിൻ ഉണ്ടാവുക. പക്ഷേ ഇവിടെ ഒരു കൊളസ്ട്രോൾ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും, ഇത് അടുത്തോട്ട് വരും. ഇതിനെ ബൈൻഡ് ചെയ്ത് നിർത്താനായിട്ട് കൊളസ്ട്രോൾ ഹെൽപ്പ് ചെയ്യും. സോ ഫ്ലൂയിഡിറ്റി വിൽ ഡിക്രീസ്. സോ above transition temperature കൊളസ്ട്രോൾ കൺസ്ട്രെയിൻ ദ മോഷൻ അല്ലേ, അതിൻ്റെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആക്കും. സോ ഡിക്രീസസ് ദ ഫ്ലൂയിഡിറ്റി വിൽ ഡിക്രീസ്. Next is the saturated or the unsaturated fatty acid. Presence of saturated or unsaturated fatty acid. സോ ഫാറ്റി ആസിഡ് ചെയിനിൽ ഞാൻ പറഞ്ഞു, ഫോസ്ഫോലിപ്പിൻ്റെ കേസിൽ ഒരു ചെയിൻ സാച്ചുറേറ്റഡും ഒരു ചെയിൻ അൺസാച്ചുറേറ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ആ അൺസാച്ചുറേഷൻ ഫ്ലൂയിഡിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്കറിയാം നോർമൽ കേസിൽ ഇവിടെ നോക്കുക, ഇതെല്ലാം സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. സ്ട്രെയിറ്റ് ലൈൻ കാണിച്ചിരിക്കുന്നത്, സ്ട്രെയിറ്റ് ചെയിൻ കാണിച്ചിരിക്കുന്നത് സാച്ചുറേഷനെയാണ് കാണിക്കുന്നത്. അതായത് അവിടെ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒന്നുമില്ല. സോ ആ ഫാറ്റി ആസിഡ് ചെയിൻസ് ഒക്കെ ക്ലോസ്ലി പാക്ഡ് ആണ്. സോ ഫ്ലൂയിഡിറ്റി എങ്ങനെയായിരിക്കും, ഫ്ലൂയിഡിറ്റി കുറവായിരിക്കും, ഫ്ലൂയിഡിറ്റി ലെസ് ആയിരിക്കും, ലെസ് ഫ്ലൂയിഡിറ്റി ഓർ ഫ്ലൂയിഡിറ്റി കുറവായിരിക്കും. പക്ഷേ ഇൻ കേസ് ഓഫ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിനെയാണ് ഈ കിങ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, അതിനെയാണ് നമ്മൾ ഈ കിങ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റി, ഈ ഫോസ്ഫോലിപ്പിഡ്സ് തമ്മിലുള്ള സ്പേസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ഫ്ലൂയിഡിറ്റി വിൽ ഇൻക്രീസ് due to the unsaturated fatty acids. സോ ഇവിടെ നമ്മൾ ഫ്ലൂയിഡിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്. ദേ ആർ ടെമ്പറേച്ചർ, കൊളസ്ട്രോൾ ആൻഡ് നേച്ചർ ഓഫ് ദ ഫാറ്റി ആസിഡ് ടെയിൽ. സോ ഈ പോർഷൻസ് ഒക്കെ മെയിൻ ആയിട്ട് ലോഡിഷിൻ്റെ സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി, അതുപോലെ കാപ്സ് സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി, ആൽബർട്ട്സ് ആൻഡ് ജോൺസൺ ആൻഡ് ലൂവിസിൻ്റെ മോളിക്കുലാർ ബയോളജി ഓഫ് ദ സെൽ. ഈ ടെക്സ്റ്റൊക്കെയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം സ്ലൈഡ് കൂടുതൽ ഇലാബറേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാണ്. പോയിൻ്റാക്കി നോട്ട് ചെയ്താലുള്ള പ്രശ്നം, നിങ്ങളതെടുത്ത് വായിക്കുമ്പോൾ ആ PPT എടുത്ത് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ സെഷൻ. താങ്ക് യു.